ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തുന്ന ചിന്തകൾ, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തികൾ, ദൈവത്തിൽ നിന്ന് നമ്മളെ ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത നിലകളിലെ ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ദൂത് പറഞ്ഞിട്ടല്ല നടക്കാത്ത, നീ വിടേണ്ടത് വിടാത്തത് കൊണ്ടാണ് ദൂത് നടക്കാത്തത്. പാസ്റ്ററിന്റെ തല കൈവച്ച് ദൂത് പറഞ്ഞത്, കുഞ്ഞ് ഇതൊക്കെ പറയുമ്പോഴും നീ വിടേണ്ടത് വിട്ടെങ്കിൽ മാത്രമേ ഈ ദൂത് നിവർത്തിയാകത്തുള്ളൂ. ഉപദേശിയുടെ കുഴപ്പം കൊണ്ടല്ല, പ്രവചിച്ച പ്രവാചകന്റെ കുഴപ്പം കൊണ്ടല്ല, ദൂത് പറഞ്ഞ ദൈവദാസന്റെ കുഴപ്പമല്ല, നിന്റെ അകത്ത് ഇപ്പോഴും അവൻ പലതും ഇരിക്കുക, ഇത് നിവർത്തിയാകാതിരിക്കേണ്ടതിന്. അതുകൊണ്ടാണ് ദൈവം കൊരിന്ത്യലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവനല്ലേ വേർപെട്ടു പോരുവിൻ, പുറപ്പെട്ടു പോരുവിൻ, അവരുടെ ഇടയിൽ നിങ്ങൾ ഇരിക്കരുത്. അവൻ എന്നാൽ എന്താ കുഴപ്പം? ദൂത് നിവൃത്തിയാകുകയില്ല. ആമേ പ്രിയപ്പെട്ടവരെ, ദൂത് നിവൃത്തിയാകണോ? വിടേണ്ടതിനെ വിട്ടത് കളഞ്ഞേക്കണം. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരിപ്പടിച്ചു കളഞ്ഞേക്കണം. ദൈവത്തിന് നിന്നോട് ഇടപെടാനായിട്ടുണ്ട്, ദൈവത്തിന് നിന്നോട് സംസാരിക്കാനായിട്ടുണ്ട്, ദൈവത്തിന് നിന്നോട് ആലോചന പറയാനായിട്ടുണ്ട്. വലിയ വലിയ കാര്യം ദൈവത്തിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അവൻ ചെരിപ്പൂരിക്കണം. പറഞ്ഞു സാരമില്ല, ചെരുപ്പ് നടന്നോട്ടെ. നോ, അവന് ചെരുപ്പ് വേണ്ടെന്ന് കർത്താവ് പറഞ്ഞാൽ അത് വേണ്ടെന്ന് തന്നെയാണ്. സ്തോത്രം, സ്തോത്രമല്ലേ. ഈ ചെരുപ്പിട്ടോണ്ട് നീ ദൂതി കേട്ടാലേ ഇത് നിവർത്തിയാകുകയല്ല. ഈ ചെരുപ്പിട്ടോണ്ട് നീ അവനെല്ലാവരും മുൻപോട്ട് പോയാലേ അവൻ മിസ്രൈമിൽ എത്തുകയല്ല. ഈ ചെരുപ്പിന്റെ താഴെ കിടക്കുന്നിടത്തോളം കാലം വെളിപ്പെടുന്ന ശുശ്രൂഷയെ വെളിപ്പെടുത്തില്ല. അവൻ ചെരുപ്പ് അടിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ദൈവത്തിന് ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. ആളുകൾ കുഴപ്പം എന്താണെന്നറിയാമോ? അവൻ ആരാധനാലയത്തിൽ നമ്മൾ കൂലിട്ടിരിക്കുന്നത് പോലെ അവനത് ഭൗതിക പാ കിടക്കുന്നത്, അവനെ ഊരി വെച്ചത് നമ്മളിപ്പോ നമ്മൾ ആരാധനാലയത്തിൽ കയറി ഇത് കഴിഞ്ഞ് നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ജീവിതത്തിൽ ഊരിക്കളയാൻ കർത്താവ് പറഞ്ഞ ചില സ്വഭാവങ്ങൾ. ഊരിക്കളയാതെ ആരാധന കഴിഞ്ഞ് വീണ്ടും അത് എടുത്തിട്ടോട്ട് പോകുമ്പോൾ എത്രമാത്രം വേദനയെ. കാരണം ദൂത് നിവർത്തിയാകത്തില്ല. സ്തോത്രം, സ്തോത്രം. ദൂത് നിവർത്തിയാകണോ? ചെരുപ്പ് ഊരിക്കളഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ തീയറിലേക്ക്, ദൈവത്തിന്റെ തേജസ് അറിയിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അവൻ ഇടമാണ്. ഹല്ലേലൂയ. ചുമ്മാ തന്നെ ഈ പായല് കസേരം ദൈവം കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് ഒരു അത്ഭുത വിഷയമാക്കാമെന്ന് പറഞ്ഞാൽ അവൻ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാ. പക്ഷെ ഊരേണ്ടത് നമ്മളായിട്ട് ഊരിക്കളഞ്ഞാൽ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ദൂതത്തിന്റെ നിവൃത്തികരണത്തിന് തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ, സ്വഭാവ വൈകൃതങ്ങൾ, അവനല്ലേ അനാത്മീയതകൾ, ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ ആസക്തികൾ, ജഡികമായ അഭിലാഷങ്ങൾ മുഴുവൻ ഊരി 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 ഊരിക്കളഞ്ഞ് അവനല്ലേ ഒരു കർത്താവിന് യോഗ്യമാകുന്ന നിലകളിലേക്ക് നാം മാറാൻ തുടങ്ങിയാൽ